ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂൺ ഗോഡസ് കൗച്ചസ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇവരെ നല്ല പരിചയം ഉണ്ടായിരിക്കും. ഒരു ഓൺലൈൻ ബൊട്ടീക്കാണത്. അവരുടെ പ്രസിദ്ധി കൊണ്ട് എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ കുപ്രസിദ്ധി കൊണ്ടാണ് ആളുകൾ ഈ സ്ഥാപനത്തിനെ അറിയുന്നത്. ഇവര് ഒരു ഓൺലൈനിലൂടെ തുണികളൊക്കെ വിൽക്കുന്ന, അല്ലെങ്കിൽ കുർത്തി അങ്ങനത്തെ ഡിസൈനർ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അവർ ഡിസൈൻ ചെയ്തുണ്ടാക്കിയ വളരെ യുണീക്ക് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കിട്ടുന്ന പോലെ 1000 ആൾക്ക് വേണമെങ്കിലും വാങ്ങാവുന്ന ഒരേ ഡിസൈനുകളല്ല, അവർ തന്നെ ഡിസൈൻ ചെയ്ത വ്യത്യസ്തമായ ഡ്രസ്സുകൾ, മനോഹരമായ നല്ല ക്വാളിറ്റിയുള്ള തുണിയിൽ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ബീഡ് വർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ഡ്രസ്സുകൾ അവർ തന്നെ, ഇതിന്റെ ഓണർ ആയിട്ടുള്ള അനിത പറയുന്ന വ്യക്തി തന്നെ വെയർ ചെയ്തിട്ട് നല്ല മനോഹരമായ വീഡിയോ, നല്ല മ്യൂസിക് ഒക്കെ ചേർത്ത് അവരുടെ ഇൻസ്റ്റഗ്രാമിലും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. പൊതുവെ ഡിസൈനർ വസ്ത്രങ്ങൾക്ക് വളരെ വലിയ വില കൊടുക്കേണ്ടി വരും. 5000, 10000 ഒക്കെ കൊടുത്തിട്ടാണ് ഡിസൈനർ ഡ്രസ്സുകൾ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇവരുടെ ഡ്രസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വളരെ വിലക്കുറവാണ്. മാക്സിമം പോയ 800 രൂപ, 1000 രൂപ, 1500 രൂപ ഈ റേഞ്ചിൽ നല്ല ഡിസൈനർ വസ്ത്രമാണ് അവർ ധരിച്ചിട്ട് വരുന്നത്. ഇത് കാണുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും നല്ല വില കുറഞ്ഞ ഡ്രസ്സ്, പക്ഷെ കണ്ടാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല മനോഹരമായ ഡ്രസ്സ് എന്നുള്ളതിൽ അവർക്ക് ഓർഡർ കൊടുക്കും. ഇങ്ങനെ ഇവര് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഓർഡറുകളെല്ലാം, ഓൺലൈനിൽ കിട്ടുന്ന ഓർഡറുകളെല്ലാം വാങ്ങി വയ്ക്കും. അതിന്റെ പേയ്മെന്റും വാങ്ങി വയ്ക്കും. എന്നിട്ട് ഒരു 90 വർക്കിംഗ് ഡേയ്സിൽ ഇത് നമുക്ക് കിട്ടും എന്ന് പറയും. പക്ഷെ 90 വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 3 മാസം, 3 മാസമല്ല, 6 മാസമല്ല, 8 മാസമല്ല, 10 മാസമല്ല, 1 വർഷം കഴിഞ്ഞാലും അവര് പ്രൊഡക്റ്റ് അയച്ചു തരില്ല. മിക്കവരുടെ അനുഭവമാണത്. അവർ ആ പ്രൊഡക്റ്റ് അയച്ചു തരില്ല. പിന്നെ കുറേ കഴിഞ്ഞ് 1-1.5 വർഷം കഴിയുമ്പോഴാണ് അവർ ആ പ്രൊഡക്റ്റ് നമ്മൾക്ക് അയച്ചു തരുന്നത്. അതിന് ഇടയിൽ നമ്മൾ തീർച്ചയായിട്ടും അവരോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ സമയത്ത് ഡ്രസ്സ് തരാത്തതെന്ന്. വാട്സാപ്പിലോ ഫോൺ കോളിലോ ഒക്കെ അവരോട് നമ്മൾ ചോദിക്കും. അപ്പോൾ ഈ ക്യാഷ് വാങ്ങി വെക്കുമ്പോൾ അവർ കാണിച്ച ആ ഒരു പൊളൈറ്റ് ആയിട്ടുള്ള പെരുമാറ്റമോ ഒന്നും അവരുടെ ഒരു സംസാരത്തിൽ നമ്മൾ കാണില്ല. അവർ വളരെ ഹാഷായിട്ട്, ഇതങ്ങനെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഡീലേഴ്സ് നമുക്ക് തരുമ്പോൾ നിങ്ങൾക്ക് തരാൻ പറ്റും, ഇതിന് കുറേ സമയം എടുക്കും, ആവുമ്പോൾ അങ്ങ് തരും എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ട് കസ്റ്റമേഴ്സിനോട് സംസാരിക്കും. കുറേ തവണ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്ത് കളയും. അവരുടെ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് നമ്മൾ അവരുടെ പ്രൊഡക്റ്റിൻ്റെ അടിയിൽ ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്തു, 1 വർഷമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ 6 മാസമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് കമൻ്റ് ഇടുമ്പോൾ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്ത് കളയും. സോഷ്യൽ മീഡിയയിലും ബ്ലോക്ക് ചെയ്ത് കളയും. പിന്നെ അവർക്ക് തോന്നുമ്പോൾ അവർ ഡ്രസ്സ് അയച്ചു തരും. ഒരുപക്ഷെ അയക്കാത്ത ആളുകളും ഉണ്ടായിരിക്കും. പിന്നെ 1000 രൂപയല്ലേ പോയത്, ഇതിനു വേണ്ടി എത്ര മെനക്കെടാൻ പറ്റും എന്ന് കരുതിയിട്ട് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാതെ, അല്ലെങ്കിൽ അത് മറന്നു കളയുന്നത്. ഒരാൾ നമ്മളെ പറ്റിച്ച് കളയുമ്പോൾ ചില ആളുകളൊക്കെ പിന്നീട് അത് ഓർക്കാൻ ഇഷ്ടപ്പെടില്ല. അയ്യോ ഞാൻ പറ്റിക്കപ്പെട്ടല്ലോ എന്ന് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതിനെ മറന്നു കളയും. പിന്നെ അത് ചോദിക്കാനും പറയാനും ഒന്നും പോവില്ല. അങ്ങനെ ആളുകളെ പറ്റിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ മൂൺ ഗോഡസ് കൗച്ചസ് പറയുന്നത്. അവരുടെ സംസാരവും അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ പാഷൻ കൊണ്ട് ഈ രംഗത്ത് വന്ന ആളാണ്. ജനങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള വസ്ത്രം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതാഭിലാഷം. അതുകൊണ്ടാണ് അവർ ആ സ്ഥാപനം തുടങ്ങിയതെന്നൊക്കെയുള്ള രീതിയിലുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് അവർ അവരുടെ ഇൻ്റർവ്യൂകൾ കൊടുക്കാറുള്ളത്. ഒരു പക്ഷേ അവർ അതേ ഉദ്ദേശത്തോടു കൂടെ തന്നെയായിരിക്കും അവർ ആദ്യമായിട്ട് ആ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഈ പറ്റിപ്പിലൂടെ ഒരുപാട് കാശ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോഴായിരിക്കും അവർ വെറും പറ്റിപ്പായിട്ട് മാറിയിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഫാഷൻ നമ്മൾ കാണുന്നു, അപ്പോൾ നമുക്ക് ആ ഡ്രസ്സ് ഇടാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ആ വസ്ത്രം വാങ്ങാൻ തയ്യാറാവുന്നത്. അത് നമുക്ക് 2 ദിവസത്തിനുള്ളോ ഒരാഴ്ചയ്ക്കുള്ളോ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ പോയിട്ടാണ് വാങ്ങുക. നമ്മൾ ആ വസ്ത്രം കാണുന്നു, തൊട്ടു നോക്കുന്നു, നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നോക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നു, അപ്പം തന്നെ നമ്മൾ ആ വസ്ത്രം വാങ്ങുന്നു. എന്ന് വെച്ചാൽ ഒരു 10-15 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇഷ്ടപ്പെട്ട വസ്ത്രം നമ്മളെ കയ്യിൽ കിട്ടുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതായിരുന്നു നമുക്ക് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയാവുന്നത്. പിന്നീട് നമ്മൾ ഈ ഓൺലൈനിൽ വാങ്ങാൻ തുടങ്ങിയപ്പോൾ, ഇപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മിന്ത്രയിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിലൊക്കെ എന്തായാലും ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടും. നമ്മൾ സാധാരണ ഓൺലൈനിലുള്ള എത്രയോ ബൊട്ടീക്കുകളുണ്ട്, നല്ല അവരുടെ ഒരു ക്വാളിറ്റി കുറയ്ക്കാതെ അല്ലെങ്കിൽ അവരുടെ ഒരു പേര് നശിപ്പിക്കാതെ
കൃത്യമായിട്ട് നമുക്ക് സാധനങ്ങൾ എത്തിച്ചു തരുന്ന എത്രയോ ഓൺലൈൻ ബൊട്ടീക്കുകളുണ്ട്. അവരെയൊക്കെ പറയിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ഈ മോൺ ഗോഡസ് കൗച്ചസ് എന്ന് പറയുന്ന ഈ സ്ഥാപനം നടത്തുന്നത്. അവർ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കില്ല. ഇതിനെക്കുറിച്ച് കാശ് കൊടുത്ത ആളുകൾ ചോദിക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറുക എന്നുള്ളതും കൂടിയാണ്. അവരുടെ അഹങ്കാരത്തോടു കൂടെ നിങ്ങൾ പോയി കേസ് കൊടുക്കൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പെരുമാറുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ട് വിഷമിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ പല ആളുകളോടും പരാതി പറയുന്നു. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളോടൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ വന്നിട്ട് ഈ മോൺ ഗോഡസ് കൗച്ചസ് ഇമാതിരി ഉടായ്പകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അവർക്ക് പിന്നീടും ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ പ്രൊഡക്റ്റ് അത്ര ഭംഗിയിലാണ് അവർ പ്രസന്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ കയ്യിൽ എന്തെങ്കിലും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ, ഞാൻ ഈ ഓഗസ്റ്റിൽ ഓർഡർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ അടുത്ത ഓഗസ്റ്റിലായിരിക്കും നമുക്ക് കിട്ടുക. ആ സമയത്ത് ഈ പറയുന്ന ക്വാളിറ്റി ഒന്നും അതിന് കാണില്ല. വളരെ ലോ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമ്മൾ എത്രയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. വലിയ ക്വാളിറ്റി, അവർ വെയർ ചെയ്ത ഡ്രസ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള വളരെ ഒരു വില കുറഞ്ഞ രീതിയിലുള്ള എംബ്രോയിഡറി ഒക്കെ ചെയ്ത, ഹാൻഡ് വർക്കൊക്കെ ചെയ്ത വളരെ മോശം ഡ്രസ്സുകളാണ് പലപ്പോഴും അവർ അയച്ചു കൊടുക്കാറുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഇത്രയും കാലമായില്ലേ ഈ എന്ത് പരാതി പറയാന്നുള്ളതിൽ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ സംഭവിക്കുന്നത്. പിന്നെ ഇവരുടെ ഇന്റർവ്യൂകളിലൊക്കെ ഇവർ പറയുന്നത്, അപ്പോൾ ഇതിൽ പലപ്പോഴും അവരുടെ അടിയിൽ വരുന്ന പോസ്റ്റിന്റെ അടിയിൽ വരുന്ന കമന്റാണ്, നിങ്ങൾ എന്താ വസ്ത്രം നെയ്തിട്ടാണോ ഉണ്ടാക്കുന്നത് ഇത്രയും കാലം താമസം വരാനായിട്ട്. അതിനൊക്കെ അവർ ഇന്റർവ്യൂവിൽ വളരെ മോശമായിട്ടാണ് പറയുന്നത്. അവർ പറയുന്നത് അവരുടെ പ്രൊഡക്റ്റ് അവർ ഓർഡർ എടുത്ത ശേഷമാണ് അവർ നെയ്യാൻ പോകുന്നത്, തുണി നെയ്യാൻ പോകുന്നത്. പിന്നെ തുണിയൊക്കെ ഷിപ്പൊക്കെ കയറി വരുമ്പോൾ കുറേ കാലം പിടിക്കും. പിന്നെ ഒരിക്കൽ അവർ പറയുന്നുണ്ട്, അവരെന്തോ ഷിപ്പിൽ വന്ന ഡ്രസ്സിൻ്റെ മുകളിൽ മീൻവെള്ളം വീണിട്ട് അത് മുഴുവൻ അവർക്ക് നഷ്ടം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവരെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾക്ക് അവർക്ക് ഓർഡർ എടുത്താൽ പോരെ. അവർക്ക് ഇത്ര ദിവസം, അവർ 90 ദിവസം എന്ന് പറയുമ്പോൾ 90 ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിന് അവർക്ക് ഓർഡർ എടുത്താൽ പോരെ. അല്ലെങ്കിൽ വേണ്ട, അവർക്ക് ഇത്രയും ബൾക്ക് ഓർഡർ കിട്ടിയെന്ന് വെക്കാം, അവർക്ക് അതിനനുസരിച്ചുള്ള സ്റ്റാഫിനെ വെച്ചിട്ട് ഇത് വേഗം തീർത്തൂടെ. ഇതൊന്നുമില്ലാതെ ഇവർ ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാണ് കാലങ്ങളോളം എന്നുള്ളതാണ്. നമ്മളൊരു വസ്ത്രം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ ഓഗസ്റ്റിൽ ഓർഡർ ചെയ്തൊരു വസ്ത്രം അടുത്ത ഓഗസ്റ്റിൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മളെ ശരീരത്തിന് മാറ്റങ്ങൾ വരില്ലേ. നമ്മളിപ്പോൾ ഒരു 40 കിലോ ഉള്ള ആൾ ചിലപ്പോൾ 60 കിലോ ആവും, 60 കിലോ ഉള്ള ആൾ 80 കിലോ ആവാനും ഒക്കെ സാധ്യതയുണ്ട് ഒരു വർഷത്തിനുള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കരുതിയിട്ടാണ് ഇവർ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ വസ്ത്രം അയച്ചു തരുന്നത് എന്നുള്ളതാണ്. നമ്മൾ അവരുടെ പലരുടെയും വീഡിയോ കണ്ടിട്ടുണ്ട്. കല്യാണത്തിന് ഓർഡർ ചെയ്ത വസ്ത്രം പിന്നീട് കുറേ കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടായ ശേഷം, കല്യാണവും കഴിഞ്ഞ് ഗർഭിണിയായി പ്രസവിച്ച ശേഷം കുട്ടിയുടെ 28-നൊക്കെ സർപ്രൈസ് ആയിട്ട് വരുന്ന സംഭവമൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അവരൊരു വസ്ത്രം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണിച്ച് തന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഓർഡർ എന്ന് പറയുന്ന ഹ്യൂജ് എമൗണ്ട് ആണ്. എന്ന് വെച്ചാൽ അവർ ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് 10,000-ഓളം ഓർഡർ വരാറുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 10,000 ഓർഡർ എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ ഒരു വസ്ത്രമാണെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കൂ. കോടികളുടെ പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കോടികളുടെ തട്ടിപ്പാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ജനങ്ങളുടെ ക്യാഷ് മുഴുവൻ വെറുതെ ഒരു വർഷത്തോളം ഇവരുടെ അക്കൗണ്ട് കിടക്കുകയാണ്. അവർ എത്ര രൂപ അതിന് പലിശ വാങ്ങുന്നുണ്ടായിരിക്കും വെറുതെ, യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ, യാതൊരു പ്രോപ്പർട്ടിയും ഈട് വെക്കാതെയാണ് അവരുടെ അക്കൗണ്ടിൽ ഇത്രയും ക്യാഷ് വന്ന് കിടക്കുന്നത്. അതിൻ്റെ ലാഭം അവരെടുക്കുന്നത്, കൊള്ള ലാഭം എടുക്കുന്നത്. എന്നിട്ട് ആളുകൾക്ക് പ്രോഡക്റ്റ് കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നില്ല, ഒരു പക്ഷേ പ്രോഡക്റ്റേ അയച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പലരും പരാതി പറഞ്ഞ സമയത്തൊക്കെ ഇവർ വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ദൃശ്യ എന്ന് പറയുന്ന സ്ത്രീ ഇതിനെതിരെ ഒരു പരാതിയായിട്ട് പോയി. അവർ എന്തോ 800 രൂപയുടെ വസ്ത്രം ഓർഡർ ചെയ്തു, അവർക്ക് മാസങ്ങളോളം കിട്ടിയില്ല. അവർ വിളിച്ച് ഈ സ്ഥാപനത്തിൽ സംസാരിച്ചപ്പോൾ സ്ഥാപനത്തിലെ സ്റ്റാഫ് വളരെ മോശമായിട്ടാണ് അവരോട് സംസാരിച്ചത്. നിങ്ങൾ പോയി പരാതി കൊടുക്കുക എന്നുള്ള രീതിയിൽ. സ്റ്റാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോൺ കോളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ശബ്ദം കേട്ടാൽ ഇതിൻ്റെ ഓണറായിട്ടുള്ള അനിതയുടെ ശബ്ദം പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും ഈ ദൃശ്യ പറയുന്ന വ്യക്തി പോയിട്ട് ഒരു കേസങ്ങ് കൊടുത്തു. ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി പോയിട്ടൊരു കേസ് കൊടുത്തു. നമുക്ക് എപ്പോഴും ഈ കൺസ്യൂമർ കോർട്ടിൽ ഇത്തരം കാര്യങ്ങൾക്ക് പരാതി കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളെപ്പോഴും ഈ ചെറിയ എമൗണ്ടിന് വേണ്ടിയിട്ടല്ലേ, 800 രൂപയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ കരുതിയിട്ട് നമ്മളിതിന് മെനക്കെടാതെ
ചെയ്യാറില്ലെങ്കിലും ഒരു വ്യക്തിയെ പറ്റിക്കുകയാണ്. അത് 1 രൂപയ്ക്ക് വേണ്ടിയാണെങ്കിലും 10 രൂപയ്ക്ക് വേണ്ടിയാണെങ്കിലും ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വേണ്ടിയാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. വിശ്വാസവഞ്ചന, മുതലെടുപ്പ്, പറ്റിപ്പ്, ഉഡായിപ്പ്, തട്ടിപ്പ് ഇതൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ സ്ത്രീ കേസിന് പോകുന്നു. ഈ കൺസ്യൂമർ കോർട്ട് ഈ ദൃശ്യ എന്ന് പറയുന്ന കസ്റ്റമർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി പുറപ്പെടുവിക്കുന്നു. 10,000 രൂപയോളം ഈ പറയുന്ന മൂൺഗോഡസ് കൗച്ചസ് ഇവർക്ക് നഷ്ടപരിഹാര തുക കൊടുക്കണം എന്നുള്ളതായിരുന്നു വിധി. ഇവർക്കെതിരെ ഇതിനെതിരെ മുൻപും നമ്മളൊക്കെ വീഡിയോ ചെയ്ത സമയത്ത് ഈ ആളുകളെല്ലാം പല ആളുകളും 400 ചില്ലാനത്തോളം കേസുകൾ ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു, തർക്കപരിഹാര കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ വിധികൾ വന്നുകൊണ്ടിരിക്കും. ഇതേപോലെ തന്നെയായിരിക്കും വിധി. കാരണം ഇവർ പറ്റിപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഇവർക്ക് യാതൊരു എക്സ്ക്യൂസും പറയാനൊരു കാരണവുമില്ല. ഇവർ അമ്മാതിരി പറ്റിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പലപ്പോഴും ഓരോരോ കാർഡ് ഇറക്കും. നമുക്കൊരു ആരെങ്കിലും ഒരു പരാതി പറയുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അവർ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾ അങ്ങനെയും ചെയ്യാറില്ല, വേണ്ടവർ ഓർഡർ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെയുള്ള ഭാവത്തിൽ അവർ പല ഇൻ്റർവ്യൂവിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ വിധി വന്ന ശേഷം ഇവരൊരു ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ ഇട്ടിരുന്നു. അതിലവർ പറയുന്നത് അവരെ ഏറ്റവും നമ്മൾക്കൊക്കെ മനസ്സിൽ അങ്ങ് തട്ടണം, എന്നിട്ട് നമ്മൾ അവരോട് സഹതാപം തോന്നണം എന്നുള്ള രീതിയിൽ അവർ മകന് കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുൻപത്തെ വർഷമോ എന്തോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. ആ കുട്ടിക്ക് ഹെഡ് ഇഞ്ചുറി എന്തോ സംഭവിച്ചിരുന്നു. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയാണ്, അത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ആ കുട്ടിയുടെ അപകടം കാരണമാണ് ഇവർക്ക് ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത്. പിന്നെ അവരുടെ അമ്മയ്ക്കുണ്ടായ എന്തോ അപകടം കാരണമോ അതിനുശേഷം അമ്മ മരിച്ചു. അപ്പോൾ ഇതൊക്കെ കാരണമാണ് എനിക്ക് ഈ ബിസിനസ് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയത്. 2024 മുതൽ കുറച്ച് കാലം ഞാൻ ഈ ബിസിനസ്സിൽ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പരാതി കേൾക്കേണ്ടി വന്നത് എന്നൊക്കെ ഇവർ തള്ളി മറയ്ക്കുന്ന കണ്ടു. സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ എടുത്തു നോക്കിയാൽ അറിയാം, ഈ 2024 മുതൽ മുൻപും എത്രയോ വീഡിയോകൾ കിടക്കുന്നുണ്ട്. ഇവർ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് അയച്ചു തരുന്നില്ല എന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സ് ചെയ്ത വീഡിയോ ഈ ഓൺലൈൻ ചാനലുകളിൽ കിടക്കുക, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വെറും വിക്ടിം കാർഡ് എന്ന് വെച്ചാൽ ആളുകൾക്ക് അവരോടൊപ്പം ഒരു സഹതാപം തോന്നണം. അയ്യോ മകന് വയ്യാതെ ആയതുകൊണ്ട്, അമ്മ മരിച്ചുകൊണ്ടൊക്കെയാണ് അവരിങ്ങനെ ചെയ്തത്, അല്ലാതെ ഇവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല, ഇവരെ സ്റ്റാഫ് എന്തൊക്കെയോ ഉഡായിപ്പുകൾ കാണിച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആളുകൾ പരാതി പറയുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കുക. എന്താണ് ആ പരാതി, ഇതിൽ കഴമ്പുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, എൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടോ. ഇത്രയും പരാതി, 1-2 പരാതിയല്ല, എത്രയോ വീഡിയോകൾ തന്നെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അവർക്കെതിരെ ചെയ്തിട്ടുള്ള വീഡിയോകൾ, ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് ചെയ്തിട്ടുള്ള വീഡിയോകൾ. പിന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആവണമെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പുതിയ ചാനൽ തുടങ്ങുമ്പോൾ വ്യൂവേഴ്സിനെ കിട്ടണമെങ്കിൽ മൂൺഗോഡസ് എന്നൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് റിവ്യൂ ഇട്ടാൽ മതി, അപ്പോൾ ഉടനെ തന്നെ അങ്ങ് ഫേമസ് ആവാം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് എന്നൊക്കെ വളരെ പരിഹസിച്ച് അവർ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ മൂൺഗോഡസിലൊരു ചുരിദാർ അല്ലെങ്കിൽ ഒരു കുർത്തി ഓർഡർ ചെയ്യുന്നു, എന്നിട്ട് ഞാൻ വിചാരിക്കുകയാണ് ആ കുർത്തി വരട്ടെ, എന്നിട്ട് ഞാൻ ഉടനെ തന്നെ ആ കുർത്തിയെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ ഇടുന്നു, ഉടനെ തന്നെ എൻ്റെ ചാനലായിട്ട് ക്ലിക്കായിട്ട് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് എനിക്ക് വരുന്നു. എങ്ങനെ ഇത് നടക്കും? ഞാനൊരു കുർത്തി ഓർഡർ ചെയ്താൽ 1 വർഷം കഴിഞ്ഞിട്ടല്ലേ ആ കുർത്തി വരുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ റിവ്യൂ ഇട്ടിട്ട് യൂട്യൂബ് ചാനൽ അങ്ങോട്ട് വളർത്തുന്നത്? എന്ന് വെച്ചാൽ ഞാനൊരു കുർത്തി വാങ്ങാൻ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചാൽ ഞാനൊരു കുർത്തി വാങ്ങാൻ ഓർഡർ കൊടുത്തിട്ട് പിന്നെ 1 വർഷം ഞാൻ കാത്തിരിക്കണം അവരുടെ കുർത്തി വന്നിട്ട് റിവ്യൂ ഇട്ടിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ അങ്ങ് വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉഡായിപ്പുകളാണ് അവർ പറയുന്നതും പരിഹസിക്കുകയാണ്, ജനത്തിനെ പരിഹസിക്കുന്ന രീതിയിലാണ് അവർ വീഡിയോസ് ചെയ്യുന്നതും. പിന്നെ ഇവരെ കുറിച്ച് പറയാവുന്നത്, ഇവർക്കൊരു ഷോറൂം ഇല്ല. മൂൺഗോഡസ് കൗച്ചസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സ്ഥാപനം ഇവർക്ക് ഇല്ല. ഇവർ ഈ ഓൺലൈനിലൂടെ ഇത്ര കോടിക്കണക്കിന് രൂപയുടെ എന്ന് വെച്ചാൽ അവർ പ്രൊഡക്റ്റ് ഇടുമ്പോൾ 10,000 ഓർഡർ അവർക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത്. ഈ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന അവർക്ക് ഒരു സ്ഥാപനം ഇല്ല. എന്ന് വെച്ചാൽ ഇവർ ഓൺലൈൻ ചാനലിൽ ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരും നേരിട്ട് പോയിട്ട് ഇവരോടൊരു പരാതി പറയാനോ ഇവരോട് സംസാരിക്കാനോ ഇവരോട് തർക്കിക്കാനോ ഒന്നും പാടില്ല.
ഇവർ ഏതോ ഒരു പെട്ടിക്കടയിൽ വെറുതെ മൂൺ ഗോഡസ് കൗച്ചസ് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ലൈസൻസ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല എടുത്തിട്ട് നടത്തുന്ന എന്തോ ഒരു ഉടായ്പ സ്ഥാപനം പോലെയാണ് നമുക്കിത് ഫീൽ ചെയ്യുക. ഇവർ വീഡിയോസിലൊക്കെ ഇവരിങ്ങനെ സ്വന്തം ഡിസൈനേഴ്സിന് അന്യസംസ്ഥാന തൊഴിലാളികളെയൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ ബീഡ് വർക്കൊക്കെ ചെയ്യുന്നത്, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, അവരുടെ ഒരു നൂലെടുത്ത് കൊണ്ടുപോയിട്ട് നമുക്കിത് ഡൈ ചെയ്യാം, 2 കളർ ഡൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഡൈ ചെയ്യുന്നത്, ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇടാറുണ്ട്. ഇതൊക്കെ ഇപ്പം നമുക്ക് ഏതൊരു കൈത്തറിശാലയിൽ ചെന്നാലും ഏതൊരു ഡൈ ചെയ്യുന്ന സ്ഥലത്ത് ചെന്നാലും ഒരു വീഡിയോ എടുത്തിട്ടോ റീൽസ് എടുത്തിട്ടോ പോരാവുന്നതേ ഉള്ളൂ. ഇവർക്ക് ഇതൊക്കെ ഉണ്ടോ ഇല്ലേ ഒന്നും നമുക്കറിയില്ല. ഇവർ ഈ ഓർഡർ എടുക്കുന്നു, വർഷങ്ങളോളം കൊടുക്കുന്നില്ല, അത് തന്നെ ഉടായിപ്പാണ്. ഇവർക്കൊരു കൃത്യമായിട്ടുള്ള സ്ഥാപനം ഉണ്ടോ ഒക്കെ നമുക്ക് സംശയം തോന്നും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഓൺലൈൻ ബൊട്ടീക്കുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ അടിയിൽ വരുന്ന ഒരു കമൻ്റാണ് ഇഹ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, ഓൺലൈൻ ബൊട്ടീക്കാണ്. ആ സ്ഥാപനത്തിൽ ഇതേപോലെയാണ്, ഓർഡർ ചെയ്താൽ കുറേ ടൈം എടുക്കും സാധനം വരാൻ, അവർ ഉടായിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം അത് മഞ്ജു വാര്യരും പിന്നെ അപർണ ബാലമുരളിയാണെന്ന് തോന്നുന്നു, അവരെല്ലാവരും കൂടെ ഉദ്ഘാടനം ചെയ്തൊരു സ്ഥാപനമൊക്കെ ആയിരുന്നു അത്. അതിനെക്കുറിച്ച് എപ്പോഴും കമൻറ്റുകൾ വരാറുണ്ട്. ഒരു പക്ഷേ ശരിയായിരിക്കാം, അവർ ചിലപ്പോൾ ഓൺലൈനിൽ ഓർഡർ എടുത്തത് കുറേ ദിവസം കഴിഞ്ഞിട്ടോ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടോ ആയിരിക്കാം തരുന്നത്. കാരണം ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു സ്ഥാപനമുണ്ട്, ഇഹ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സ്ഥാപനം. എവിടെയാണെന്ന് എനിക്കറിയില്ല, എറണാകുളത്താണെന്ന് തോന്നുന്നു. അവരുടെ വീഡിയോകളിലൊക്കെ ആ സ്ഥാപനം അവർ കാണിക്കാറുണ്ട്. വലിയൊരു ഷോറൂം അവർക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ അവർ ഒളിച്ചിരിക്കുകയല്ല, അവർ പ്രൊഡക്റ്റ് തരുന്നില്ല എന്ന് പരാതിയുള്ള ഒരാൾക്ക് അവർ അവൈലബിൾ ആണ്. അവരോട് നമുക്ക് പോയി സംസാരിക്കാം, നിങ്ങൾ എന്താണ് ഇത്ര പ്രൊഡക്റ്റ് വൈകുന്നത് എന്ന് അവരുടെ മുഖത്ത് നോക്കി നമുക്ക് സംസാരിക്കാൻ സാധിക്കും. പക്ഷെ അതേപോലെയല്ല ഈ മൂൺ ഗോഡസ് കൗച്ചസ് എന്ന് പറയുന്ന ഈ വ്യക്തി. ഇവരെ എവിടെയോ ആണ്, നമ്മൾ ഇവരെ ഒരിക്കലും നേരിട്ട് കാണാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇവരെവിടെയോ ആണ്, അവരവിടെ ഇരുന്നിട്ട് ഈ കച്ചവടം ചെയ്യുന്നു, ആളുകളെ പറ്റിക്കുന്നു. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു, അസ്വി മലയാളം അശ്വതി, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, മുൻപ് വിവാദമായതാണ്. ഇവരെപ്പോഴും ഇവരുടെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇവർ നല്ല പ്രൊമോഷനും കൊടുക്കുമായിരുന്നു. ഈ വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് അസ്വി പറയുന്നത്, എനിക്ക് അറിയേയില്ല, അവര് എന്നോടൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. പ്രൊമോഷൻ ചെയ്യുന്ന ഒരാളെടുത്ത് അല്ലെങ്കിൽ മോഡലായിട്ടുള്ള അവരുടെ പ്രൊഡക്റ്റിനൊരു ആളുകളുടെ ഇടയ്ക്ക് ഒരു പരസ്യം കൊടുക്കുന്ന ആളോട് അവരൊരിക്കലും അങ്ങനെ പെരുമാറില്ല. കൃത്യസമയത്ത് തന്നെ പ്രൊഡക്റ്റ് കൊടുക്കും. അതൊന്നും അവരെക്കുറിച്ച് പുകഴ്ത്തി പറയാനുള്ളൊരു കാരണമായിട്ടൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തായാലും ഇക്കുറി ഇവർക്ക് കിട്ടിയ പണി നല്ല പണി തന്നെയായിരിക്കും. ഇപ്പം എന്തായാലും ഇങ്ങനെയൊരു പുറത്തൊരു ന്യൂസ് വരുമ്പോൾ ഇങ്ങനെ അവർ ഒരു പ്രൊഡക്റ്റ് കൃത്യമായിട്ട് അയച്ചു കൊടുക്കാത്തതുകൊണ്ട് കൺസ്യൂമർ കോർട്ട് പോയൊരു യുവതിക്ക് നഷ്ടപരിഹാരമായി കിട്ടി എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ പറ്റിക്കപ്പെട്ട ആളുകളൊക്കെ ഇവർക്കെതിരെ തിരിയാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും അവർക്കെതിരെ തിരിയാണ് വേണ്ടത്. കാരണം അവരെക്കുറിച്ച് പരാതി വരുന്നത് ഇപ്പോൾ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഒന്നുമല്ല. എന്തായാലും ഇതൊരു പാടായിട്ട് എടുത്തിട്ട് ഇനി നല്ല രീതിയിൽ അവർ സ്ഥാപനം നടത്തുമായിരിക്കും. അവരിപ്പോൾ പറയുന്നത് അവരുടെ എന്തോ ആന്ധ്രയിലോ ഗുജറാത്തിലോ എവിടെയുള്ള വലിയ ഒരു ഷോറൂമിൻ്റെയോ എന്തിൻ്റെയോ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ തിരക്കിലായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവരിപ്പോൾ ചെയ്യുന്ന സ്ഥാപനം ഭംഗിയായിട്ട് നടത്തിയിട്ട് അതിൻ്റെ ബ്രാഞ്ചോ അല്ലെങ്കിൽ അത് വിപുലാക്കുകയൊക്കെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഈ കസ്റ്റമർ ആണല്ലോ എല്ലാം. അപ്പോൾ ഈ കസ്റ്റമർക്ക് നല്ലൊരു സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും എല്ലാവർക്കും നന്ദി.